നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ വൈകിപ്പിച്ച് ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാനുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് കോച്ച് സാബി അലോൺസോ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കിയത് കിലിൻ എംബാപ്പെ സ്ക്വാഡിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിന് മസിൽ ഡിസ്കംഫർട്ട് ഉണ്ട്, റിസ്ക് എടുക്കില്ല എന്ന് ഇന്നലെ കോച്ച് സാബി പറഞ്ഞതാണ്. ഇപ്പോൾ ഏതായാലും എംബാപ്പയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപനം ഇങ്ങനെ വൈകിപ്പിച്ചത്. എന്തായാലും സ്ക്വാഡിൽ നിന്ന് പുറത്തായ പ്രമുഖരെ ആദ്യം നോക്കാം. ഹുയിസൻ, അലാബ, മിലിറ്റാവോ, ഫെർലാൻ മെൻഡി, ട്രെൻഡ്, കർവാഹൽ, കമവിംഗ. ഇതിൽ കമവിംഗ ഈ മത്സരത്തിന് ഉണ്ടാവില്ല എന്നുള്ളത് ഇന്നലെയാണ് അറിയുന്നത്. ബാക്കി താരങ്ങളുടെ പരിക്ക് നമുക്ക് നേരത്തെ അറിയാവുന്ന സിറ്റുവേഷൻസാണ്. ഏതായാലും ഇപ്പോൾ യുവതാരങ്ങളെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുകയാണ് സാബി. സ്ക്വാഡ് തേക്കണമല്ലോ. അപ്പം യുവതാരങ്ങൾ ജോൻ മാർട്ടീനസും വിക്ടർ വാൽഡെപ്പനസും അതുപോലെ കാസ്ട്രോയും ഇപ്പോൾ സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ക്വാഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ലുനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണുള്ളത്. ഡിഫൻസിൽ അസെൻസിയോ, കറേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ജോയൻ മാർട്ടീനസ്, വാൽഡെപ്പനസ് എന്നിവരുണ്ട്. ഇനി മധ്യനിരയിൽ ബെല്ലിംഗാം, വാൽവെർദെ, ഷൂമനി, ആർദ ഗ്യൂളർ, സെബയോസ്, സെസ്ട്രോ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, എൻറിക്ക്, എംബാപ്പെ, റോഡ്രിഗോ, ഗോൺസാലോ, ബ്രാഹിം, മസ്റ്റൻഡൂനോ എന്നിവരാണ്. അപ്പം യുവതാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജോയൻ മാർട്ടീനസ് ഉണ്ട്, അതുപോലെ വാൽഡെപ്പനസ് ഉണ്ട്, പിന്നെ സെസ്ട്രോയുണ്ട്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.